മലപ്പുറത്ത് വീണ്ടും സംഘർഷമായിരുന്നു. പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ റോട്ടിലേക്കും രണ്ട് ദേശീയപാതകളുടെ ഭാഗത്തേക്ക് ഇപ്പോൾ മാറ്റുന്നു. പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ രണ്ട് ഭാഗത്തേക്കും പ്രവർത്തകരെ മാറ്റി നിർത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ട് ഭാഗത്തും പ്രവർത്തകർ വലിയ തോതിൽ തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴും പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാത്ത വിധത്തിൽ വലിയ പ്രവർത്തകരെ ആൾക്കൂട്ടം തന്നെ എത്തി. ഇരു പാർട്ടികളുടെയും അനൗൺസ്മെന്റ് വാഹനങ്ങൾ നേർക്ക് നേർ നിർത്തിക്കൊണ്ട് പരസ്പരം പോർ വിളിച്ചതോടെയാണ് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായത്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരോട് പ്രവർത്തകർ സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തകരുമായി സംഘർഷമുണ്ടാകുന്നത്. മലപ്പുറം കുന്നുമൽ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്താണ് ഇത്തരത്തിൽ പ്രവർത്തകർ നേരിയ തോതിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. നേരത്തെ തന്നെ മലപ്പുറം കുന്നുമലിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ LDFന്റെ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. പ്രവർത്തകർ തള്ളിമാക്കാനുള്ള ശ്രമത്തെ പ്രവർത്തകർ തടഞ്ഞതോടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടാകുന്നത്. തുടർച്ചയായി ഇത്തരത്തിൽ സംഘർഷം ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ട് പോലും പ്രവർത്തകർ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ തയ്യാറായിട്ടില്ല. ഇടതുപക്ഷത്തെ പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഇപ്പോൾ സംഘർഷം വരുന്നത്. മറുഭാഗത്ത് സമാനമായ രീതിയിൽ തന്നെ UDFന്റെ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ട്. നേരത്തെ പോലീസ് നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങൾക്കും ബാരിക്കേഡുകളും മറികടന്നുകൊണ്ട് പ്രവർത്തകർ എത്തിയതോടെയാണ് ഇത്തരത്തിൽ പോലീസിന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. സുജിയ, മലപ്പുറത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കൊട്ടിക്കലാശത്തിനിടയിലാണ് സംഘർഷമുണ്ടായത്. മറ്റിടങ്ങളിൽ മറ്റ് 19 മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം ആവേശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മലപ്പുറത്താണ് നേരിയ സംഘർഷമുണ്ടായത്. പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നുണ്ട്. ആ സംഘർഷം ഉടൻ തന്നെ അവസാനിപ്പിക്കും എന്നാണ് കരുതുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിനിടെ പോലീസ് ശക്തമായി ശ്രമിക്കുമ്പോൾ പോലും ഈ ഘട്ടത്തിലും പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥരുമായി പ്രവർത്തകർ വാക്കേറ്റം മുണ്ടും തള്ളുമുണ്ടാകുന്ന കാഴ്ചയാണ്. നിരവധി തവണ പോലീസ് ഉദ്യോഗസ്ഥരും നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇതുവരെ പ്രവർത്തകർ അതിന് വഴങ്ങിയിട്ടില്ല. നേരത്തെ തന്നെ പോലീസ് നിശ്ചയിച്ചിരുന്ന ബാരിക്കേഡുകൾക്കും നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തേക്ക് പ്രവർത്തകർ എത്തിയതോടെയാണ് മലപ്പുറം കുന്നുമ്മൽ ഒരു സംഘർഷത്തിന് വേദിയായത്. മഞ്ചേരി റോട്ടിൽ LDF പ്രവർത്തകർക്കും പെരിന്തൽമണ്ണ റോട്ടിൽ UDF പ്രവർത്തകർക്കും എന്നുള്ള തോതിലായിരുന്നു കൊട്ടിക്കലാശം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇരു ഭാഗത്തും പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രവർത്തകർ മലപ്പുറം കുന്നുമൽ റൗണ്ടിലേക്ക് മനോരമ ജംഗ്ഷനിലേക്ക് എത്തിയതോടെയാണ് സംഘർഷിക്കുന്നത്. വീണ്ടും LDFന്റെ പ്രവർത്തകരും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് ഉന്തും തള്ളും മുറുകുകയാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസും അവിടെ എത്തിയ പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും തുടരുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. ലാത്തി പിടിച്ചു വെക്കുന്നൊക്കെയുണ്ട് പ്രവർത്തകർ. ലാത്തിയിൽ കയറി പിടിക്കുന്നുണ്ട്. ലാത്തി വീശുമോ പോലീസ്? പോലീസ് ഉദ്യോഗസ്ഥരോട് പ്രവർത്തകർ സഹകരിക്കാത്തതാണ് ഇപ്പോഴും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും മലപ്പുറത്ത് കൊട്ടിക്കലാശം അത് വലിയ രീതിയിൽ ആവേശത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് അത് സംഘർഷത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രശ്നം. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് എത്തിയതോടെയാണ് അത് സംഘർഷത്തിലേക്ക് കാര്യം മാറിയത്. പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയും അതുപോലെ തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് സംഘർഷത്തിലേക്ക് നയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ പ്രവർത്തകരും ഒരുമിച്ച് കൂടിയതോടെ രണ്ട് വിഭാഗം പ്രവർത്തകരും പരസ്പരം പോർവിളി ആരംഭിച്ചു. പിന്നീട് ആ പോർവിളി പോലീസിന് നേരെ കയ്യാങ്കളിയായി മാറി. ആ ഘട്ടത്തിൽ ഇരു പ്രവർത്തകർക്കിടയിൽ വിരലിലെണ്ണാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥരെ നേരെ തള്ളിമാറ്റിയായിരുന്നു. തുടർന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് വിഭാഗം പ്രവർത്തകരെയും രണ്ട് ഭാഗത്തേക്ക് മാറ്റി നിർത്താൻ സാധിച്ചത്. പക്ഷേ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ തോതിൽ ഉന്തും തള്ളും കയ്യേറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലാ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ CIയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെ തണുപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രവർത്തകരെ മാറ്റി നിർത്തുന്നുണ്ട്. നേരിയ അളവിൽ ഇപ്പോൾ സംഘർഷത്തിനൊരു അറുതി വന്നിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാം. പക്ഷേ വലിയ തോതിൽ പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത്. സുജിയ, മലപ്പുറത്താണ് സംഘർഷമുണ്ടായത്. കൊട്ടിക്കലാശത്തിനിടയിലുണ്ടായ മലപ്പുറത്തെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെയൊക്കെ അനുനയിപ്പിക്കാൻ, കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ പോലീസ് ശ്രമിക്കുന്നത് നമുക്ക് കാണാം.